ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിന്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നായനയ്ക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നല്ലോ. അത് കാണുമ്പോൾ നമ്മുടെ ജലജയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ഭയങ്കരം തന്നെ. മരുന്ന് കലക്കി കൊടുത്തിട്ടും ഇവക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ആ കുഞ്ഞ് അലസി പോകുന്ന ഓർത്താണല്ലോ ഞാൻ ആ പൊടി ആ ജ്യൂസി കലക്കി കൊടുത്തത്. അത് കുടിച്ചിട്ടും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരനക്കവും സംഭവിച്ചില്ലല്ലോ. അത് കുടിച്ചാൽ ഉറപ്പായിട്ടും കുഞ്ഞ് അലസി പോകേണ്ടതായിരുന്നു. പിന്നെ ഇവളുടെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അവളെ അപകടപ്പെടുത്താൻ ശ്രമിക്കും തോറും അതെല്ലാം പാളി പോവുകയാണല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്തായാലും അവളുടെ ഭാഗ്യം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ് ജലജ. പിറ്റേ ദിവസം രാവിലെ ജലജ അബിയെ കാണാനായിട്ട് പോവുകയാണ്. അന്നേരം അബി ചോദിക്കുന്നുണ്ട്, എന്തായി അമ്മേ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് ചോദിക്കുക. വീട്ടിലൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ചോദിക്കുമ്പോഴേക്കും ജലജ സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട്, ഇല്ല മോനെ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. നീ ഒരു പാമ്പിനെ കൊണ്ടുവന്ന് കടിപ്പിക്കാൻ നോക്കി, അതിൽ നിന്നും അവള് രക്ഷപ്പെട്ടു. ഞാനാണെങ്കിൽ അവളുടെ ഗർഭം അലസി പോകാനായിട്ട് ആ പൊടി ജ്യൂസി കലക്കി കൊടുത്തു. അത് കുടിച്ചിട്ട് മാവക്ക് ഒരു അനക്കവും ഇല്ലട മോനെ. അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് അലസി പോയില്ലെന്ന് മാത്രമല്ല, അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അതിലെ ഓടി നടന്ന് പണിയെടുക്കാന്നൊക്കെ പറയുകയാണ്. അവളെ ഇടവും വിലയും ചെയ്യാതെ ഏട്ടത്തി പിന്നാലെ തന്നെ ഉണ്ട്. മരുമോക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അവളെ ശുശ്രൂഷിച്ച് നടക്കുക ഇപ്പൊ അവരുടെ ജോലി എന്നൊക്കെ തന്നെ ഭയങ്കര കുശുമ്പോടെ തന്നെ നമ്മുടെ ജലജ പറയുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ മോനെ, നമ്മൾ എന്തൊക്കെ ചെയ്തു അതൊന്നും അവൾക്ക് ഏക്കണില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പൊ അബിൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ അങ്ങനെ? നമ്മൾ അവളെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ അതൊക്കെ കുളമായി പോവുകയാണല്ലോ ചെയ്യുന്നത്. അത് മാത്രം എന്താ അങ്ങനെ? അവക്കിട്ട് നല്ല പണി കൊടുക്കാൻ നോക്കുമ്പോഴൊക്കെ തിരിച്ച് നല്ല പണി നമുക്കിട്ടാണല്ലോ അമ്മ കിട്ടുന്നത്. അവളുടെ ഒരു ഭാഗ്യം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ അബിയും. എന്നിട്ട് അബി ചോദിക്കുന്നുണ്ട് ജലജോട്, അല്ല നവ്യ എന്ത് പറയുന്നു? അമ്മ അവളെ വേണ്ട രീതിക്ക് ചൂട് പിടിപ്പിക്കുന്നില്ലേ എന്ന് എന്നെ ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ആ അതൊക്കെ ഞാൻ വേണ്ട രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് മോനെ. അവൾക്ക് എന്തായാലും ഇപ്പൊ നയനോട് നല്ല ദേഷ്യമുണ്ട്. നവ്യ എന്തായാലും ഇനി അവളുമാരുമായിട്ട് അങ്ങനെ അടുക്കുന്നൊന്നും തോന്നുന്നില്ല. നന്ദുവിനെ ഒരിക്കലും ആ വീട്ടിലോട്ട് കേട്ടില്ലെന്നുള്ള ഒരു വാശിയായി ഇപ്പൊ അവക്ക് കൂടുതൽ. ജാനകിയും അവരുടെ കാര്യത്തിൽ മാത്രം ആ ഒരു അഭിപ്രായം കൊണ്ട് നടക്കുന്നേ. പക്ഷെ നയനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഏട്ടത്തെ പോലെ തന്നെ ജാനകിയും ഇപ്പൊ നയനയുടെ പിന്നാലെയാ. അവക്ക് വേണ്ട പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവളുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുക. അപ്പൊ അവി പറയുക, അത് ശരിയാകില്ലല്ലോ അമ്മേ. അപ്പൊ അവരും അവരുടെ സൈഡ് ആയല്ലേ. അനാമികയുടെയും അവളുടെ വീട്ടുകാരുടെയും ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കിയപ്പം അവൾ മറുകണ്ടം ചാടിയിടാ മോനെ എന്ന് പറയുക ജലജ. ഇപ്പൊ എന്തായാലും വീട്ടിൽ 2 ഗ്രൂപ്പുണ്ട്. അവൾ ആ ഗ്രൂപ്പിൽ ചേക്കേറിയത് കൊണ്ട് തന്നെ നമുക്ക് ആൾബലവും കുറവാ. നമ്മുടെ വശത്ത് നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അവരുടെ സൈഡാന്ന് പറയുകയാണ് കേട്ടോ ജലജ. അപ്പൊ അത് കേട്ടിട്ട് നല്ല ദേഷ്യം വരികയാണ് അബിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കുകയല്ല അമ്മേ. നവീനെ നയനെയും തെറ്റിക്കാനായിട്ട് ഒരു പരിധി വരെ അനാമിക ഉണ്ടായിരുന്നപ്പോൾ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും അവരെ ഒന്നിച്ച് മുന്നോട്ട് പോകാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നവ്യ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നയനെയും അവളും തമ്മിൽ ഏത് സമയത്തും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ചെറിയമ്മയെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ കളിക്കാൻ. ചെറിയമ്മായി കൂടി അവരുടെ സൈഡ് ആയതുകൊണ്ട് അവർക്ക് ആൾബലം കൂടുകയല്ലേ ചെയ്യുന്നത്. അത് അവർക്ക് സന്തോഷം ഉണ്ടാക്കും. നമ്മളെ 3 പുറത്താക്കാൻ അവർക്ക് വലിയ താമസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇപ്പൊ സ്നേഹത്തിലാണെങ്കിൽ അവരെ തമ്മിൽ തല്ലിക്കണോ അമ്മേ? അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കണം. ദേവയാനും ജാനകിയും കൂടെ അവിടെ വഴക്കുണ്ടാകണം. അങ്ങനെ അനന്തപുരിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മാത്രമേ ആ തറവാട് വെട്ടിക്കീറാനും ഭാഗം വയ്ക്കലൊക്കെ വേഗത്തിലാക്കാനും നമുക്ക് കഴിയുള്ളൂ. അങ്ങനെ അധികം വൈകാതെ ആ തറവാട് ഭാഗം വെച്ചാൽ നമുക്ക് കിട്ടാനുള്ളത് എന്തെങ്കിലുമൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം വേറെ ചെറിയ ജോലി ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ജീവിക്കാമല്ലോ അമ്മേ. അവരുടെ കാൽക്കീഴിൽ അടിമയെ പോലെ കിടക്കേണ്ടി വരില്ലല്ലോ. നമുക്ക് വേറൊരു വീടെടുത്ത് മാറി താമസിക്കാമേ. എത്ര കാലമൊന്നും പറഞ്ഞാൽ ഇയാളുടെയും ഇയാളുടെ കൊച്ചുമക്കളുടെയും കീഴെ കിടന്ന് നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാം നമ്മൾ വിചാരിക്കുന്ന രീതിയിലാവുമ്പോഴേക്കും നവ്യനെ അങ്ങ് പുറത്താക്കണം. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വീതം വെപ്പൊക്കെ നടന്നാലും ഒരു വീതം കിട്ടിയാലും പോരെ അമ്മേ. ഒരു വീതം തന്നെ എന്തുമാത്രം ഉണ്ടാവും? നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറം ഉണ്ടാവും ഒരു വീതം എന്ന് പറയുന്നത് തന്നെ. 2 3 തലമുറയ്ക്ക് സുഖമായിട്ട് താമസിക്കാനുള്ളതുണ്ട്. അത് കിട്ടിയാൽ പിന്നെ ആര് പിന്നെ അവിടെ നിൽക്കാൻ പോണു? നമുക്ക് കിട്ടാനുള്ള വീതമൊക്കെ കിട്ടിയാൽ പിന്നെ നമ്മൾ അവിടെ കണക്ക് അടിച്ചു തൂങ്ങി കിടക്കാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ആ നിമിഷം നമ്മൾ അവിടുന്ന് പടിയിറങ്ങും. നല്ല അന്തസ്സായിട്ട് വേറെ വീട് മേടിച്ച് അവിടെ സുഖമായിട്ട് താമസിക്കുമെന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അപ്പൊ നവ്യം കുഞ്ഞ് എങ്ങോട്ട് പോകൂടാന്ന് ചോദിക്കുകയാണ് കേട്ടോ ജലജ. അന്നേരം അഭി പറയുന്നുണ്ട്, അമ്മേ എനിക്കിപ്പോ തൽക്കാലം അവിടെ പിടിച്ചു നിൽക്കാൻ നവ്യയുടെ സപ്പോർട്ട് ആവശ്യമാ. നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഉള്ളവളാ അവള്. അല്ലാതെ എനിക്ക് അവളോട് ഒരു സ്നേഹവും ഇല്ല. എല്ലാ അഭിനയം മാത്രമാണമ്മേ. തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനയം. അത് കഴിയുമ്പം അവക്ക് അവിടെ വഴി, എനിക്ക് എന്റെ വഴി. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതും ശരിയാ. ആ കൊച്ചിനോട് ഇപ്പൊ എനിക്ക് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടല്ലോ. അതുപോലെ തന്നെ നിന്റെ ചോരയിലുണ്ടായ കുഞ്ഞല്ലേടാ അത്. ആ കുഞ്ഞിനോടും ചെറിയ സ്നേഹമൊക്കെ ഇപ്പൊ എനിക്ക് തോന്നി തുടങ്ങി എന്നൊക്കെ പറയാ. എന്നിട്ട് അഭി പറയുന്നുണ്ട്, അമ്മ ഇപ്പൊ എന്തായാലും അങ്ങനെ സ്നേഹിക്കാനൊന്നും നിൽക്കണ്ട.
പിന്നെ വിട്ടുപിരിയാൻ വയ്യാത്ത അവസ്ഥയായി പോകരുത്. നമുക്ക് വേറെ വീടെടുത്ത് മാറി താമസിക്കാനുള്ളതാ. ഇവളെ ഒഴിവാക്കിയിട്ട് നല്ല കോടീശ്വരിയായിട്ടുള്ള ഒരു പെണ്ണിനെ തന്നെ ഞാൻ കെട്ടിക്കൊണ്ട് വരും. അവളിലുണ്ടാവുന്ന കുഞ്ഞിനെ അമ്മ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ തന്നെ പറയുക കേട്ടോ അബി. എന്നാൽ ശരി, ഞാൻ പോവാന്ന് പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അമ്മയെ പറഞ്ഞ കാര്യം ഒന്നും മറന്നു പോകരുത്. നവ്യനെ ചൂട് പിടിപ്പിക്കണം. ജാനകിയും ദേവയാനിയും തമ്മിൽ തല്ലണം. ആ വീട്ടിൽ വീണ്ടും രണ്ടടുപ്പ് തന്നെ എരിയണം. അതുപോലെ തന്നെ നവ്യയും നയനും തമ്മിൽ തല്ലണം. വീടിനകത്ത് അലമ്പും വഴക്കും ആകുമ്പോഴേ കാരണവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയുള്ളൂ. അതിന് അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അമ്മ ചെയ്യണമെന്ന് തന്നെ പറയുക. ഇതിന്റെയൊക്കെ അവസാനം ആ കാരണവര് വീടും തറവാടും ഒക്കെ വീതം വെക്കേണ്ടി വരണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നും പറയുകയാണ് കേട്ടോ. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ഒരാളും അങ്ങനെ സമാധാനത്തോടെ ഇരിക്കണ്ടമ്മേ. ആർക്കും ആ വീട്ടിൽ സമാധാനം ഉണ്ടാകരുത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ജലജ പറയുന്നുണ്ട്, അത് പിന്നെ നീ പ്രത്യേകം പറയണോ മോനെ? എന്റെ മോനെ ജയിലിൽ കിടത്തിയ ആൾക്കാരെ ഒന്നും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ മോന് ജയിൽ പുള്ളി എന്നുള്ളൊരു പേര് തന്ന ഒരുത്തി അവിടെ സമാധാനമായിട്ട് വാഴാനും പോകുന്നില്ല. എല്ലാവരെയും ഞാൻ നല്ല പാഠം തന്നെ പഠിപ്പിക്കും. ഇതിനൊക്കെ തക്കതായ ഒരു തിരിച്ചടി ഞാൻ അവർക്ക് കൊടുത്തിരിക്കുമെന്ന് തന്നെ പറയാട്ടോ ജലജ. നവ്യനെ ചൂട് പിടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ലെങ്കിൽ തന്നെ നവ്യ ഇപ്പൊ നമ്മുടെ സൈഡാ. നിന്നെ ജയിലിൽ കിടത്തിയതിന്റെ ദേഷ്യമൊക്കെ അവൾ നന്നായിട്ട് അവിടെ തീർക്കുന്നുണ്ടെന്ന് പറയുക. അങ്ങനെ അതൊക്കെ സംസാരിച്ചിട്ട് തന്നെ നമ്മുടെ ജലജ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ടേക്ക് ചെന്ന പാടെ തന്നെ നവ്യനെ അന്വേഷിച്ച് റൂമിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ, ജാനകിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം നീ ശ്രദ്ധിച്ചില്ലേ? അവളിപ്പോ മറുകണ്ഠം ചാടി. നയനയ്ക്ക് വേണ്ട പലഹാരമൊക്കെ ഉണ്ടാക്കി അവളെ ശുശ്രൂഷിച്ച് നടക്കുന്ന ഇപ്പൊ അവളുടെ ജോലി. ഈ വീട്ടിലുള്ള എല്ലാവരും കണക്കാ മോളെ. അവനവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ ഈ വീട്ടിലുള്ളവര്. ഇപ്പൊ തന്നെ ജാനകി മറുകണ്ഠം ചാടിയത് കണ്ടില്ലേ? നേരത്തെ നയനയ്ക്കും ദേവയാനിക്കും ഒക്കെ എതിരായിട്ട് നമ്മുടെ കൂടെ നിന്നവളല്ലേ? ഇപ്പൊ കണ്ടില്ലേ അവള് കാണിച്ചത്? അതുപോലെ തന്നെ അടുക്കളയിൽ നേരത്തെ രണ്ടടുപ്പായിരുന്നു കത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് ഒറ്റ അടുപ്പാക്കി, പഴയതുപോലെ ആക്കി എന്ന് തന്നെ പറയുക. അന്നേരം അതൊന്നും നമ്മുടെ നവിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അന്നേരം നവി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ കണ്ടു അമ്മേ, എന്ത് ചെയ്യാനാ? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി അവരുണ്ടാക്കുന്ന ഫുഡൊന്നും ഞാൻ കഴിക്കില്ല. എനിക്കിപ്പോൾ അത്യാവശ്യം അരിയാനും പെറുക്കാനും വെക്കാനും ഒക്കെ അറിയാം. ഇച്ചിരി രുചി കുറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചാൽ പോരെ? അല്ലെങ്കിൽ അമ്മയുണ്ടല്ലോ എന്നെ സഹായിക്കാൻ. അല്ലാതെ അവരുണ്ടാക്കുന്ന ഒരു ഗ്ലാസ് ചായ പോലും ഇനി കുടിക്കില്ല എന്ന് തന്നെ പറയാനട്ടോ നവ്യ. വീണ്ടും ഈ വീട്ടിലെ രണ്ടടുപ്പ് തന്നെ എരിഞ്ഞാൽ മതി. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതൊക്കെ ഇനി നടക്കോ ഇല്ലയോ എന്നുള്ളത് നോക്കണം മോളെ. നമ്മളായതുകൊണ്ട് അതിന് ചാൻസ് കുറവാ. ദേവാനി ഇപ്പം അടുക്കള മുഴുവൻ കയ്യേറി വെച്ചിരിക്കുകയല്ലേ. ജാനകി ഇപ്പൊ സഹായിക്കാനും പോകുന്നുണ്ടല്ലോ. നയനക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നുമുണ്ട്. ഇപ്പൊ നയനയുടെ ഇഷ്ടം മാത്രമേ അവര് നോക്കുന്നുള്ളൂ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലും അതൊന്നും അവര് സമ്മതിക്കാറുമില്ല. ഇന്നലെ തന്നെ അനന്തപത്മനാഭന് കുറുക്കുണ്ടാക്കാനായിട്ട് ഞാൻ അവിടെ പോയി നിന്നപ്പോ ദേവയാനി പറയുന്നുണ്ട്, അടുപ്പൊന്നും ഒഴിവില്ലല്ലോ ജലജെ, ഇതൊക്കെ ഇപ്പം വെച്ചതേ ഉള്ളൂ. ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് നീ കുഞ്ഞിന് കുറുക്കുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്കിപ്പോ വല്ലാണ്ടായി. കൊച്ചിന് ആഹാരം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണ്ടേ നവ്യേ? അതിനു വേണ്ടിയിട്ട് ഒരു ശകലം കുറുക്കുണ്ടാക്കാൻ പോയപ്പോഴാ ദേവയാനി ഇങ്ങനെ പറയുന്നത്. അവരുടെ സ്വന്തം കുഞ്ഞൊന്നും അല്ലല്ലോ, അതുകൊണ്ട് വല്ലപ്പോഴും ആഹാരം കൊടുത്താൽ മതി എന്ന് അവരും വിചാരിച്ചു കാണും എന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ നവ്യേ? നമ്മളിവിടെയും ശക്തമായിട്ട് പ്രതികരിക്കണം. ഇവിടെ രണ്ടടുപ്പ് തന്നെ എരിയണം. നമുക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ നമ്മൾ തന്നെ പാകം ചെയ്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നവ്യനെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഓഹോ, അവരങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ? ഈ വീട്ടിൽ അവർക്കുള്ള പോലെ തന്നെ അവകാശങ്ങൾ നമുക്കും ഉണ്ടമ്മേ. വല്യമ്മയ്ക്ക് മാത്രമല്ല, വല്യമ്മയ്ക്കുള്ള പോലെ തന്നെ ഈ വീട്ടിലെ എല്ലാവർക്കും അടുക്കളയിൽ കയറാനും അവർക്ക് ഇഷ്ടമുള്ള ആഹാരം പാകം ചെയ്ത് കഴിക്കാനുള്ള അവകാശമുണ്ട്. ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ ഇങ്ങനെയൊക്കെ കാണിക്കാനെന്ന് ചോദിക്കുക. അന്നേരം ജലജ പറയുന്നുണ്ട്, എന്റെ പൊന്നു നവ്യേ, നമുക്കതിനുള്ള അവകാശമൊന്നും ഇവിടെ ഇല്ല. നമ്മളൊക്കെ വെറും പുറമ്പോക്കുകളല്ലേ. അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി പറക്കി വെക്കും. അവരൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് കഴിച്ചോണം. അതൊക്കെയാണല്ലോ ഇവിടുത്തെ നടപ്പുകൾ. എന്ത് ചെയ്യാനാ നവ്യ, എല്ലാം നമ്മുടെ വിധിന്ന് പറയുക കേട്ടോ ജലജ. അപ്പൊ ഉടനെ നവ്യ പറയുന്നുണ്ട്, അങ്ങനെയെല്ലാം വിധിക്ക് ഒട്ടുമെടുത്തിട്ട് കാര്യമൊന്നും ഇല്ലമ്മേ. പ്രതികരിക്കേണ്ട അടുത്ത് നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. ഒന്നും മിണ്ടാതിരുന്നാലേ അവർ തലേ കയറി നിരങ്ങാൻ തുടങ്ങും. അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ. ഇന്നു മുതൽ നമുക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ നമ്മൾ തന്നെ പാകം ചെയ്ത് കഴിച്ചാൽ മതി. അവരുണ്ടാക്കുന്ന ഒരു ഭക്ഷണം ഇന്നു മുതൽ നമുക്ക് വേണ്ടാന്ന് തന്നെ പറയാ കേട്ടോ. നവ്യ ദേഷ്യപ്പെട്ട് താഴെ കിച്ചണിലോട്ട് പോകുമ്പോഴേക്കും തന്നെ ജലജ അവിടെ നിന്നോട് പറയുന്നുണ്ട്, ചെന്ന് വഴക്കുണ്ടാക്ക്. ഇങ്ങനെയുള്ള വഴക്കുകളൊക്കെ ഉണ്ടാക്കിയാലേ ഈ വീട്ടിൽ എത്രയും പെട്ടെന്ന് ഒരു ഭാഗം വെക്കലൊക്കെ നടക്കുകയുള്ളൂ. എന്തായാലും ഇനി അധിക നാളൊന്നും ഇങ്ങനെ മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നീ തന്നെ ചെന്ന് പ്രതികരിക്കുന്നൊക്കെ പറയാണ്ട് നമ്മുടെ ജലജ. എന്നിട്ട് ജലജ നവ്യയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് രണ്ടുപേരൂടെ ചെന്നിട്ട് ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്, ഈ വീട്ടിലെ രണ്ടടുപ്പൊക്കെ മാറ്റി ഇപ്പൊ ഒരടുപ്പിലാ പാകം ചെയ്യുന്നുള്ളത് മനസ്സിലായി. എന്നാ അങ്ങനെ വേണ്ടെന്നാ എന്റെ മരുമോള് പറയുന്നത്. ഇന്നു മുതൽ ഞങ്ങൾക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ ഞങ്ങൾ തന്നെ പാകം ചെയ്ത് കഴിച്ചോളാം. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഇന്നു മുതൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം. അപ്പൊ നയന നവ്യയോട് ചോദിക്കുക, എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഈ വീട്ടിലെ എല്ലാവർക്കും ഓരോ ഭക്ഷണമല്ലേ ഉണ്ടാക്കുന്നത്. എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ടല്ലോ.
പിന്നെ ചേച്ചി എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതെന്ന് ചോദിക്കാം. അപ്പം നവ്യ പറയുക, ഓ ഇനി അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം. ഏതായാലും ഞങ്ങളുടെ ഈ വീട്ടിലെ എല്ലാവരും വേർതിരിവ് കാണിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമായിട്ട് എന്തിനാ മാറ്റി വയ്ക്കുന്നത്? അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് തന്നെ പറയുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇങ്ങനെ വാശി കാണിക്കുന്നത്? ഇവിടെ ഇപ്പോൾ എല്ലാ ഫുഡും റെഡിയായി ഇരിക്കുകയല്ലേ. എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെയല്ലേ ഫുഡ് ഉണ്ടാക്കാറുള്ളത്? എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ നമ്മുടെ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുക, അതെ നിങ്ങളുടെ എച്ചിലൊന്നും ഇനി എനിക്ക് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ മരുമോക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ അത് അവളെ കൊണ്ട് തന്നെ അങ്ങ് തീർത്തിച്ചാൽ മതി. അല്ലാതെ എച്ചിൽ തിന്നുന്ന പട്ടിയൊന്നും അല്ല ഞാനും എൻ്റെ കുഞ്ഞും. ഈ അടുക്കളയുടെ അവകാശം മുഴുവൻ നിങ്ങൾക്ക് മാത്രം അല്ലല്ലോ തന്നേക്കുന്നത്. എനിക്കും എൻ്റെ കുഞ്ഞിനും എൻ്റെ അമ്മായിമ്മയ്ക്കും ഉള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ മതി എന്നൊക്കെ തന്നെ പറയുക കേട്ടോ നമ്മുടെ നവ്യ. പിന്നെ ദേവേനി ഒന്നും മിണ്ടാൻ പോകുന്നില്ല. കാരണം ജലജ ചൂട് പിടിപ്പിച്ചിട്ടാണല്ലോ നവ്യ ഇപ്പോൾ വന്ന് ഇവിടെ ഇങ്ങനെ കിച്ചണിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്നൊക്കെ തന്നെ വിചാരിക്കുകയാണ് നമ്മുടെ ദേവയാനിയും. അങ്ങനെ നമ്മുടെ ജലജയും നവ്യയും കൂടിയിട്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. മോളിപ്പോൾ കുറച്ച് സമയം ആയില്ല ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി മോള് കുറച്ചു നേരം പോയി വിശ്രമിക്കുക. ആ ജാനകി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയനെ ചെന്നിട്ട് ജാനകിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ജാനകി വരുമ്പോഴായിട്ട് കാണുന്നതോ ജലജയും നവ്യയും കൂടെ വേറെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉടനെ ജാനകി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ രണ്ടടുപ്പായോ? പിന്നെയും ഞാൻ ആയിരുന്നല്ലോ നേരത്തെ ഇവിടെ രണ്ടടുപ്പ് കത്തിച്ചുകൊണ്ടിരുന്നത്. അതെന്താ ജലജെ ഇപ്പം നീയും നിന്റെ മരുമോളുമാണോ രണ്ടടുപ്പ് കത്തിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഇനി ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. ആരുടെ ഔദാര്യമൊന്നും അല്ലല്ലോ. ഞങ്ങൾക്കും ഈ കിച്ചണിൽ കയറി ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി പറക്കി കഴിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു എന്ന് തന്നെ പറയുക. അപ്പോൾ ഉടനെ ദേവയാനി ജാനകിയോട് പറയുന്നുണ്ട്, നീ ഇപ്പം അവളോടൊന്നും പറയാൻ നിൽക്കേണ്ട ജാനകി. അവൾക്കിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ ജലജ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞ് അവളെ ചൂട് പിടിപ്പിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് അവൾ ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നതെന്ന് പറയുക കേട്ടോ. അപ്പോൾ ജാനകി ഒന്നും മിണ്ടാതെ ദേവയാനിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ദേവയാനി നവ്യയോട് പറയുന്നുണ്ട്, നവ്യേ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് നവ്യം വരുന്നതാണ്. അതുകൊണ്ട് നവ്യൻ്റെ മുമ്പിൽ വെച്ചിട്ട് നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറയുക. അപ്പം നവ്യ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എനിക്കറിയാം. എന്നെ ആരും കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, എൻ്റെ കൂടെ പഠിച്ചതാ അവൻ. എന്നിട്ടും എനിക്കൊരാവശ്യം വന്നപ്പം അനിയെ പുറത്തിറക്കാൻ അവൻ സഹായിച്ചു. ഞാൻ അവൻ്റെ കാല് പിടിച്ചു അവിടെ കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞ്. എന്നിട്ട് പോലും അവൻ അത് ഏറ്റെടുത്തില്ല. അവനതിനെ തള്ളിക്കളയുക ചെയ്തത്. അതുകൊണ്ട് അവൻ വന്നാൽ അവനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ എനിക്കറിയാം. നിങ്ങളാരും എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ട് പറയുക കേട്ടോ നമ്മുടെ നവ്യ. അപ്പോൾ നമ്മുടെ ജലജയും പറയുന്നുണ്ട്, അതേ മോളെ അവൻ എങ്ങനെ കേസ് ഏറ്റെടുക്കാനാ? ഏറ്റെടുത്താലും ഇവിടെ ഉള്ളവർ പറയുമല്ലോ ഏറ്റെടുക്കണ്ടെന്ന്. അപ്പോൾ പിന്നെ അതല്ലേ അവൻ കേൾക്കുള്ളൂ എന്ന് പറയുക. അപ്പോൾ ദേവയാനി ജലജയോട് പറയുക, എൻ്റെ പൊന്ന് ജലജയെ നീ ഒന്നും മിണ്ടാതിരിക്കുക. എന്തിനാ നീ അവളെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ ഒന്നാമത് ഇപ്പം നല്ല വിഷമത്തിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ നീയും കൂടെ അവളെ ഇങ്ങനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കാം. എന്നെ ആരും എരിവ് കയറ്റിയതൊന്നുമല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അമ്മ പറഞ്ഞു തന്നിട്ടൊന്നും അല്ല. എൻ്റെ അബിയെ ജയിലിലാക്കിയതിൽ ഈ വീട്ടിലുള്ള എല്ലാവർക്കും പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് ദേഷ്യമൊന്നും പറയാനോട്ടോ നമ്മുടെ നവ്യ. അപ്പോൾ ദേവാനി പറയുന്നുണ്ട്, ഇനിയൊന്നും ഞാൻ മിണ്ടുന്നില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവാനിയും ജാനകിയും കൂടെ അവരുടെ പണിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജലജയും നവ്യയും കൂടെ അവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പണികളൊക്കെ എന്തൊക്കെയായെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നവീൻ ഒരു സദ്യ കൊടുക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഉച്ചയാകാറായതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ റെഡിയായെന്ന് അറിയാനായിട്ടാണ് മുത്തശ്ശി വന്നത്. മുത്തശ്ശി വരുമ്പോഴും കാണുന്നത് ജലജയും നവ്യയും കൂടെ ഒരടുപ്പിൽ പാചകം ചെയ്യുന്നു. ജാനകിയും ദേവയാനിയും വേറൊരടുപ്പിൽ പാചകം ചെയ്യുന്നു. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ വീട്ടിൽ പിന്നെയും രണ്ടടുപ്പായോ? ജാനകി ആയിരുന്നു നേരത്തെ വേറെ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് ജലജയും നവ്യ ആയോ? എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഈ വീട്ടിൽ എല്ലാവർക്കും ഉള്ള ഭക്ഷണമല്ലേ അവരുണ്ടാക്കുന്നത്. വീണ്ടും ഈ അടുക്കള രണ്ടായിട്ട് കീറി മുറിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം മുത്തശ്ശി. അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട്, ആവശ്യമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾ ഈ വീട്ടിലെ അംഗമല്ലെന്നുള്ളത് നിങ്ങളെല്ലാവരും തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഞങ്ങൾ തന്നെ റെഡിയാക്കി കഴിക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കൈയിട്ട് വരാൻ ഞങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളിലും ഇനി നിങ്ങൾ ഇടപെടാതിരുന്നാൽ മതി. എൻ്റെ അബിയെ ജയിലിലാക്കിയതിൽ എല്ലാവർക്കും പങ്കില്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് ഒരു ജയിൽ പുള്ളി നല്ല പേര് വാങ്ങി കൊടുത്തില്ലേ എല്ലാവരും കൂടിയിട്ട്? അതിലാർക്കും ഇവിടെ ഒരു വിഷമവും ഇല്ലല്ലോ. അവനെ ജയിലിൽ കിടത്തണമെന്നായിരുന്നല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അതെന്തായാലും ഇപ്പം സാധിച്ചില്ലേ? അതുകൊണ്ട് ഇനി ഇപ്പം അങ്ങനെയൊക്കെ എനിക്ക് പെരുമാറാൻ പറ്റുള്ളൂ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പറയുകയും ചെയ്യും. ഇനി എനിക്കതിനൊന്നും ഒരു മടിയില്ല എന്ന് തന്നെ നമ്മുടെ നവ്യ പറയുക. അപ്പം മുത്തശ്ശിയോട് ദേവയാനി പറയുന്നുണ്ട്, അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട അമ്മേ. ഇവളുടെ അമ്മായിമ്മയുടെയും അബിയുടെയും ഒക്കെ സ്വഭാവം നമുക്കറിയാമല്ലോ. അബി എന്ത് തെറ്റാ ചെയ്തെന്നും അത് എത്രത്തോളം വലിയ തെറ്റായിരുന്നു എന്നുള്ളതൊക്കെ ഇവക്ക് പിന്നെ മനസ്സിലായിക്കോളൂ. എന്തായാലും നമ്മൾ വെറുതെ പറഞ്ഞ് മുഷിയണ്ടെന്ന് തന്നെ പറയാട്ടോ ദേവയാനി. അപ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ അങ്ങനെ മതി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്.
ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമോള് തന്നെയാണ് ഞാനും. എനിക്കിഷ്ടമുള്ള പോലെ തന്നെ ഞാൻ ഇനി ഈ വീട്ടിൽ ജീവിക്കുമെന്ന് പറയാട്ടോ നമ്മുടെ നവ്യ. അങ്ങനെ നവ്യയുടെ ഈ മോശമായ പ്രതികരണമൊക്കെ കേട്ടിട്ട് ആകെ വിഷമിച്ച് തന്നെ ഇരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശിയും ദേവാനിയൊക്കെ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, കുറച്ച് ദിവസം ഒന്ന് സമാധാനമായി വന്നതായിരുന്നു, വീട്ടില് പഴയ സന്തോഷമൊക്കെ തിരിച്ചു വന്നതായിരുന്നു, അതിപ്പോൾ വീണ്ടും തല്ലിക്കെടുത്തിയ പോലെ ആയല്ലോ, വീടിനകത്ത് പിന്നെ 2 ചേരി ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് പറയുക. നിങ്ങൾക്കാർക്കും നിങ്ങൾ ചെയ്ത തെറ്റൊന്നും തെറ്റായിട്ട് തോന്നുകയില്ലായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെയാണ് നിങ്ങൾ ജയിലിലാക്കിയേക്കുന്നത്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുലുക്കം ഉണ്ടോ? അതിൽ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും തന്നെയല്ലേ കഴിയുന്നത്. അതുപോലെ തന്നെ ചന്തുമോളെന്ന് പറയുന്ന കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന പിന്നെ എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് പരിഗണിക്കുന്നുണ്ടോ? അതിനൊന്ന് എടുക്കുകയോ കൊഞ്ചിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അവയുടെ അവസ്ഥ തന്നെ ആവുമോ എൻ്റെ കുഞ്ഞിന് വന്ന്? എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുക. മുത്തശ്ശിക്കാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമാകുന്നുണ്ട്. മുത്തശ്ശി ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ കൂടി തന്നെ മുത്തശ്ശിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്, എന്താ എന്താ അവിടെ പ്രശ്നം? വീണ്ടും ഈ വീട്ടില് ഒച്ചയും ഈ വീട്ടിലെ വഴക്കും വക്കാലത്തും തുടങ്ങിയെന്നൊക്കെ ചോദിക്കുക. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ജാനകി ഒന്ന് മാറി വരികയായിരുന്നു. ഏതായാലും അനാമിക പോയതോടുകൂടി ജാനകിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനും കൂടെ ചേർന്ന് നവ്യയുടെ സ്വഭാവം പണ്ടത്തേതിലും പിന്നെയായിട്ട് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നവ്യയും ജലജയും കൂടെ വേറെ അടുപ്പിലാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള ആഹാരങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണത്രേ. ഇപ്പം വീണ്ടും ഈ വീട്ടിലെ 2 അടുപ്പായി എന്നൊക്കെ തന്നെ പറഞ്ഞ് വിഷമിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യാനാ? ആ അബിയും ജലജയും കൂടിയിട്ട് അവളെ നന്നായിട്ട് എരിവ് കയറ്റുന്നുണ്ട്. നബിയുടെ മനസ്സിൽ മുഴുവൻ ഇപ്പം അബി ആയിരിക്കും. അവളുടെ വിചാരം അവളുടെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവനെ മനഃപൂർവ്വം നമ്മൾ ജയിലിലാക്കി എന്നൊക്കെയുള്ളതായിരിക്കും. ആദർശിന്റെ മേൽ ഇതുപോലൊരു ആരോപണം ഉണ്ടായിട്ടും അവനെ നമ്മൾ സംശയിക്കുകയോ മാറ്റി നിർത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ലല്ലോ. അതേപോലെ അബിയുടെ കാര്യത്തിൽ നമ്മൾ അതേ നിലപാടല്ലല്ലോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കാൻ അവൾക്ക് കഴിയില്ല. എത്രയൊക്കെ ന്യായീകരിച്ച് നമ്മൾ പറയാൻ നോക്കിയാലും അതൊന്നും അവളുടെ തലയിൽ കയറാണ് പോകുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ലടോ, എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, ഇനിയിപ്പം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയുക. മുത്തശ്ശി പറയുന്നുണ്ട്, ഓരോ ദിവസം കഴിയുന്തോറും വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന എങ്ങനെ മുന്നോട്ട് പോകും? എന്തായാലും അബിയും ജലജയും ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുവടോ. എല്ലാവരുടെയും സന്തോഷം തല്ലിക്കെടുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യുമെന്ന് തന്നെ പറയാം മുത്തശ്ശൻ. അങ്ങനെ നവീൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. നവീൻ വരുമ്പോഴേക്കും തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നവീനെ സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ നവ്യ രണ്ടും കൽപ്പിച്ച് തന്നെ അവിടെ ഹാളിൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ. നവീൻ വന്നിട്ട് നവീനൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. നവ്യയുടെ മുഴുവൻ ദേഷ്യവും കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. നവ്യയുടെ മനസ്സിലുള്ള എല്ലാ ദേഷ്യവും പകയും നമ്മുടെ നവ്യ അവിടെ കാണിക്കുകയാണ്. അബിയുടെ കേസ് ഏറ്റെടുക്കാനും അവനെ ജാമ്യത്തിലിറക്കാനും നവീനോട് അപേക്ഷിച്ചിട്ട് പോലും നവീനൊന്ന് അനങ്ങി പോലും ഇല്ലല്ലോ. അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ നമ്മുടെ നവ്യ കാണിക്കുകയാണ്. ആ സമയത്ത് അനിയും നയനയൊക്കെ കൂടിയിട്ട് നവീനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവർ സംസാരിച്ചിട്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശനാണെങ്കിലും നവീൻ്റെ അടുത്ത് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിലേതോ ഒരു പെൺകുട്ടി കയറിക്കൂടിയ കാര്യമൊക്കെ നരസിംഹ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് പെൺകുട്ടിയാന്നൊക്കെ ഒന്ന് അറിയുമായിരുന്നെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെ തന്നെ നമ്മുടെ മുത്തശ്ശനും പറയുകയാണ്. അന്നേരം നമ്മുടെ നവീൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ ഒന്നും സമയമായിട്ടില്ല, ഏതായാലും എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്, അവളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഞാനൊന്നും കൂടെ ഒന്ന് നോക്കിയിട്ട്, അവളെ എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ സംശയം. അതും കൂടെ നോക്കിയിട്ട് ഞാൻ എന്തായാലും എല്ലാവരെയും എന്തായാലും ഞാൻ എല്ലാവരെയും അറിയിക്കുന്നുണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ജലജയും നവിയൊക്കെ ഭയങ്കര ദേഷ്യത തന്നെയാണ് കേട്ടോ. അവർ റൂമിൽ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. കണ്ടില്ലേ, അനിയെ ജാമ്യത്തിൽ ഇറക്കാനും അനിയുടെ കേസ് വാദിച്ച് ജയിച്ചതിനും ഒക്കെ അവനൊരു ട്രീറ്റ് കൊടുത്തേക്കുന്ന, അവനെ വിളിച്ച് ഒരു സദ്യ തന്നെ കൊടുക്കുന്ന കണ്ടില്ലേ, അവരുടെ സന്തോഷം അറിയിക്കാനാണത്രേ. കേസ് ജയിച്ചതിന്റെ സന്തോഷമാ ഇവർ ഈ കാണിക്കുന്നതൊക്കെ. ഇവര് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നമ്മുടെ അബിയെ പുഷ്പം പോലെ ഇറക്കത്തില്ലായിരുന്നോ മോളെ? ഇവരതിന് പറയുക പോലും ചെയ്തില്ല. മുത്തച്ഛനെങ്കിലും ഒന്ന് മൂളിയാ മതിയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ എൻ്റെ മോൻ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നത്. ഇതൊന്നും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല നവ്യെ. എനിക്ക് നല്ല ദേഷ്യ വരുന്നത്, പിന്നെ എന്ത് ചെയ്യാനാകും? അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി എന്തായാലും ഇവരുടെ ഈ സന്തോഷം അധിക നാളത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അതിനുള്ളിൽ തന്നെ ഇവരുടെ ഈ സന്തോഷമൊക്കെ തല്ലിക്കെടുത്തിയേ പറ്റത്തുള്ളൂ എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജലജ നവ്യയോട് പറയുന്നുണ്ട്, നവ്യെ ഞാനൊരു കാര്യം പറയാം, അത് നീ ചെയ്യണം, അത് നീ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് തന്നെ പറയുക. നിന്റെ ഭർത്താവിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായതിലേ നിനക്ക് എത്രത്തോളം വിഷമമുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോടിത് പറയുന്നത്. എന്നിട്ട് ജലജ ഒരു മരുന്നെടുത്ത് നവ്യയുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നവ്യെ ഇത് വിഷമാണ്, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊന്നു കളയാനുള്ള വിഷം, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള വിഷമായത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലൊരു ശ്രമം നടത്തിയതാ, പക്ഷെ അത് പാളിപ്പോയി. നിന്റെ അനിയത്തി ഭയങ്കര ഈശ്വരാനുഗ്രഹം ഉള്ളവളാ, അതുകൊണ്ടാണ് അവൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരുന്നതും. എന്നാലും ഈ പ്രാവശ്യം നമുക്ക് പിഴയ്ക്കാൻ പാടില്ല. ഒന്നെങ്കിൽ ചന്തുമോള്, അല്ലെങ്കിൽ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ സാധിക്കുള്ളൂ. എൻ്റെ മക്കൾക്ക് കിട്ടാത്ത സന്തോഷമൊന്നും ഈ വീട്ടിലുള്ള ബാക്കി ആർക്കും കിട്ടണ്ടെന്ന് തന്നെ പറയുക ജലജ. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ ഇത് ഞാൻ എങ്ങനെ ചെയ്യാനാ? അവര് ഫുഡ് ഉണ്ടാക്കിയത് എല്ലാവർക്കും കൂടിയിട്ടല്ലേ,
അപ്പം എല്ലാവരും ഒന്നിച്ചിരുന്നല്ലേ ഫുഡ് കഴിക്കുന്നത്. ആ സമയത്ത് നയനയ്ക്ക് മാത്രമായിട്ട് ഞാൻ ഇതെങ്ങനെ കൊടുക്കാനാ? ഇതൊന്നും നടപടിയാകത്തില്ല. പിന്നെ ഇതിൻ്റെ പിറകിൽ നമ്മളെങ്ങാനും ആണെന്ന് അറിഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുക എന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് ഈ വക പരിപാടികൾക്കൊന്നും ഞാനില്ലമ്മേ. ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല എന്ന് തന്നെ പറയാട്ടോ നവ്യ. അപ്പോൾ ഉടനെ നവ്യയോട് ജലജ പറയുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടൊന്നും നടക്കാത്തതുകൊണ്ടല്ലേ നവ്യ നിന്നോട് പറയുന്നത്. നീ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്താ നടക്കാന്നുള്ളതൊക്കെ നിനക്കറിയാമല്ലോ. ഒന്നുമില്ലാതെ തന്നെ ഈ വീടിന് പടിയിറക്കി വിടും നമ്മളെ. അങ്ങനെ പടിയിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകും നിനക്ക്, നിന്റെ കുഞ്ഞിനും അഭിക്കും എനിക്കും ഒക്കെ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. രണ്ടിൽ ആരെങ്കിലും ഒരാൾ തീർന്നേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ എന്നൊക്കെ തന്നെ പറയാട്ടോ ജലജ. അപ്പം നവ്യ പറയുക, അമ്മ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ഇതൊക്കെ എങ്ങനെ എങ്ങനെ നടത്താനാ അമ്മേ? അവരെല്ലാവരും ഒന്നിച്ചിരുന്നല്ലേ ഫുഡ് കഴിക്കുന്നത്. ആ സമയത്ത് എങ്ങനെ ഇതൊക്കെ? എനിക്കിതൊന്നും അറിയില്ല എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുകയാണ്. പോരാത്തതിന് അവളുടെ കൂടെ ഏത് നേരവും വല്യമ്മയുണ്ട്. വല്യമ്മ അടുത്തിരുന്ന് നമുക്ക് ഫുഡ് വിളമ്പി കൊടുക്കുകയും വാരി കൊടുക്കുകയൊക്കെയല്ലേ ചെയ്യുന്നത്. ആ സമയത്ത് ഇതൊക്കെ എങ്ങനെയാമ്മേ നടക്കുന്നതെന്നൊക്കെ ചോദിക്കാട്ടോ നവ്യ. അപ്പം ജലജ പറയുന്നുണ്ട്, അതിനൊക്കെയുള്ള വഴി ഞാൻ പറഞ്ഞു തരാം മോളെ. മോളെ ഇതൊന്നും അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇതിനൊക്കെ നമ്മൾ ആലോചിക്കണം. ആലോചിച്ച് വേണ്ട രീതിക്ക് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. നമുക്കൊരു വഴി എന്തായാലും തെളിഞ്ഞ് കിട്ടും മോളെ. നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ ആലോചിക്കണമെന്ന് പറയുക. അങ്ങനെ നവ്യ ഇരുന്ന് ആലോചിക്കാട്ടോ. എന്തായാലും ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതൊന്നും നടപടിയാകൂല. പിന്നെ ഏതു നേരവും വല്യമ്മ നയനയുടെ കൂടെ ഉണ്ട് താനും. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കാനെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നവ്യയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ വല്യമ്മ അവളെ കൊണ്ട് ഫ്രൂട്ട്സ് കഴിപ്പിക്കാറുണ്ടല്ലോ. നമുക്ക് ഒരു സിറിഞ്ചും കൂടെ ഒപ്പിക്കുവാണെങ്കിൽ ഈ വിഷം ആ ഫ്രൂട്ട്സിലൊക്കെ കുത്തിവെക്കാം. ഏതായാലും 1-2 ഫ്രൂട്ട്സ് ഒക്കെ ഡെയിലി കഴിക്കുന്നതല്ലേ. അങ്ങനെ ചെയ്യുമ്പം ആരും നമ്മളെ സംശയിക്കത്തുമില്ല. ഏതായാലും ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടല്ലേ അവൾക്ക് വിഷബാധ ഏറ്റെന്നൊക്കെ ഓർത്തോളും. അങ്ങനെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞും അലസി പൊക്കോളും. അങ്ങനെ തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ നവീനുമൊത്ത് എല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ, വളരെ സന്തോഷത്തോടെ തന്നെ. അതേസമയത്ത് അതിലൊന്നും പങ്കെടുക്കാൻ നമ്മുടെ നവിയും ജലജയൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് പോകുന്നതിന് ശേഷമാണ് നമ്മുടെ ജലജയും നവിയും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. എന്നിട്ട് എല്ലാവരും നവീനെ യാത്രയാക്കാനായിട്ട് മുൻവശത്തോട്ട് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ജലജയും നവിയും കൂടിയിട്ട് നയനയ്ക്ക് കൊടുക്കാനായിട്ട് ദേവാനി മേടിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലൊക്കെ ഈ വിഷമരുന്ന് കുത്തിവെക്കുകയാണ്. എന്നിട്ട് ജലജ നവിയോട് പറയുന്നുണ്ട്, ഒന്നെങ്കിൽ ഇത് ചുമ്മാ അവക്ക് കഴിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ ദേവയാനി ജ്യൂസ് അടിച്ച് കൊടുക്കും മരുമോക്ക്. എങ്ങനെ അകത്തോട്ട് ചെന്നാലും നമുക്ക് നല്ലതാ മോളെ. അതെങ്ങനെ അവൾ കഴിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കുന്ന കാര്യം നടന്നാൽ മതി എന്ന് തന്നെ പറയാ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അവളൊരു അമ്മയായി കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷേ എന്ത് ചെയ്യാനാ? എന്നെ എൻ്റെ കുഞ്ഞിനെ അഭിയൊക്കെ അവളല്ലേ എല്ലാവരിൽ നിന്നും അകറ്റിയത്. അതുകൊണ്ട് മാത്രമായി ഇപ്പം അമ്മയുടെ കൂടെ കൂടി ഞാൻ അവൾക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അത്രത്തോളം എൻ്റെ മനസ്സിൽ വേദനയുണ്ട്. അവൾ പറഞ്ഞിരുന്നെങ്കിൽ നന്ദു ഉറപ്പായിട്ടും കേട്ടേനെ. അവളും കൂടെ പിന്താങ്ങിക്കൊണ്ടാണ് നന്ദു അഭിയെ അറസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ഭർത്താവിനെ ഇപ്പം ജയിലിലാക്കിയതും. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടതിൽ ഇവക്ക് മുഖ്യ പങ്കുണ്ട്. ഞങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തിയിട്ട് അവൾ മാത്രം അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം. ഇത്രയും നാളത്തെ ട്രീറ്റ്മെന്റിന് ശേഷമാണ് അവിടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിന് നഷ്ടമായതോർത്ത് അവളിരുന്ന് കരയണം, വേദനിക്കണം. അവൾ മാത്രമല്ല, അവളെ സ്നേഹിക്കുന്ന എല്ലാവരും. ഈ വീട്ടിലൊരു കൂട്ടക്കരച്ചിൽ തന്നെ നടക്കണം. എല്ലാവരും അതോർത്ത് വിഷമിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന എനിക്ക് കാണണമെന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അപ്പം ജലജയും പറയുന്നുണ്ട്, അത് തന്നെയാ മോളെ ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മളെ താറടിച്ച് ഈ പരുവത്തിലാക്കിയില്ലേ എല്ലാവരും. നമ്മുടെ ഈ അവസ്ഥ കണ്ടിട്ട് അവരൊക്കെ ഉള്ളിൽ സന്തോഷിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ നവിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ആ ഫ്രൂട്ട്സിലൊക്കെ വിഷമരുന്ന് കുത്തിവെക്കുകയാണ്. ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ ദേവയാനി അതിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്ത് നമ്മുടെ നയനയ്ക്ക് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുന്നതും. എന്തായാലും അനന്തപുരയിലുള്ള എല്ലാവരുടെയും സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ഉള്ളത് വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.